ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ടേം എക്സാമിന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ 2024-25 വർഷത്തെ പേപ്പറാണിത്. 2025-26 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടു നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അപ്പം നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം. പ്രവർത്തനങ്ങളിലെ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതണം. 4, 5 എന്നീ പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സ് ഉള്ള പ്രവർത്തനങ്ങളിൽ A, B എന്നിവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. 4ലും 5ലും കേട്ടോ. നിങ്ങളുടെ ടീച്ചർ പറയുന്നതിനനുസരിച്ച് വേണം ചെയ്യാൻ. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല്. ഒഴുകുന്തോറും വീതിയും ആഴവും കൂടി. അങ്ങനെ വലുതായി വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ. തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നുപോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ഖണ്ഡിക. ഈ ഖണ്ഡിക വായിച്ചാണ് നമ്മൾ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഇപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. എവിടെയാണ് പുഴ ജനിച്ചത്? ഓപ്ഷൻസ് ഉണ്ട്. കടലിൽ, കാട്ടിൽ, മലമുകളിൽ, നാട്ടിൽ. എവിടെയാണ് പുഴ ജനിച്ചത്? മലമുകളിൽ. അടുത്ത ചോദ്യം, വെള്ളം എന്ന അർത്ഥം വരുന്ന വാക്ക് പ്രയോഗിച്ചുള്ള പദം ഏതാണ്? വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദം ഏതാണ്? ഓപ്ഷൻസ്: നീര്, അഭയം, ആഴം, മത്സ്യം. ഇതിലേതാണ്? നീര്. നീര് എന്നാണ് വെള്ളത്തിന് പകരമുള്ള വാക്ക്. സി, ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? വലിയ വെള്ളച്ചാട്ടം പോലെ, ചെറിയ നീർച്ചാല് പോലെ, വലിയൊരു പാറ പോലെ, ചെറിയ കല്ലുപോലെ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ചെറിയ നീർച്ചാല് പോലെ. അടുത്തത്, വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്ന് പറയുന്നതിലൂടെ പുഴ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. എന്താണ് ഉത്തരം? എന്താണ്? വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. ഓക്കെ. അടുത്തത്, പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാര്? ഓപ്ഷൻസ്: പാറ, മത്സ്യം, മരം, മല. ഏതാണ് ഉത്തരം? പാറ. പ്രവർത്തനം 2, വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. വരികൾ കൂട്ടിച്ചേർക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം എന്നതിൽ അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. ഇനി നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? പാട്ടുകൾ പാടുന്ന കുയിലുകൾ വന്നേ, പൂച്ചയും കാക്കയും ആനയും വന്നേ. അങ്ങനെ 2 വരിയാണ് നമുക്ക് എഴുതാനുള്ളൂ. അപ്പോൾ ആ 2 വരി നമുക്ക് എഴുതി കൊടുക്കാം. വെള്ളരിപ്രാവും കുഞ്ഞരിപ്രാവും തമ്മിലുള്ള സംഭാഷണം എന്തൊക്കെ ആയിരിക്കാം? വെള്ളരിപ്രാവ് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലേ എന്ന്. നീ ഇന്ന് സന്തോഷത്തിലാണല്ലേ? അപ്പോൾ കുഞ്ഞരിപ്രാവ്, അതെ, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. വെള്ളരിപ്രാവ്, കാട്ടിലെ ഉത്സവത്തിന് എന്തെല്ലാം പരിപാടികൾ ഉണ്ടായിരുന്നു? കുഞ്ഞരിപ്രാവ്, പാട്ടുപാടൽ, പറക്കൽ, നീന്തൽ, ഓട്ടമത്സരം, ഇഴയൽ മത്സരം, അങ്ങനെ കുറേ മത്സരങ്ങൾ. വെള്ളരിപ്രാവ്, നീ ഏതിനാണ് പങ്കെടുത്തത്? കുഞ്ഞരിപ്രാവ്, പറക്കൽ മത്സരത്തിന്. വെള്ളരിപ്രാവ്, അടുത്ത തവണ ഞാനും പങ്കെടുക്കും.
പ്രവർത്തനം 4. വായിക്കാം, വരയ്ക്കാം, കടങ്കഥ. 3 പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത്. അമ്പിളി തെളിയും മാനത്ത്, ആമ്പൽ വിരിയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. ഇങ്ങനെയാണ് കവിത. ചോദ്യം കണ്ടല്ലോ, പാട്ടിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ. മാനത്തുള്ളവ, താഴത്തുള്ളവ ഒക്കെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത് എഴുതണം. അമ്പിളി മാനത്തുള്ളവ എന്നതിലും താഴത്തുള്ളവ എന്നതിൽ ആമ്പലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എഴുതാം. മാനത്തുള്ളവയിൽ സൂര്യൻ, മഴവില്ല്. അതുപോലെ താഴത്തുള്ളവ എന്നുള്ളതിൽ സൂര്യകാന്തി, മാൻ, മയിൽ. ഇനി അതിനോടനുബന്ധിച്ച് ഒരു ചിത്രവും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീന് ആണ് നിങ്ങൾ ചിത്രത്തിൽ വരയ്ക്കേണ്ടത്. സൂര്യനെയോ ചന്ദ്രനെയോ അങ്ങനെ, അല്ലെങ്കിൽ ആകാശത്തെ മഴവില്ലോ സൂര്യകാന്തി പൂവോ എന്തു വേണമെങ്കിലും ആവാട്ടോ. ഈ ചോദ്യത്തിന് ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെങ്കിൽ എന്താ ചെയ്യാം? കടങ്കഥകൾക്ക് ഉത്തരം എഴുതിയാലും മതി. അത് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ. കിഴക്കു കാണാം കാലത്ത്, തലയ്ക്കുമീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കു പറയൂ ഞാനാര്. ഇതെല്ലാവർക്കും അറിയാലേ, സൂര്യനാണ്. അടുത്ത കടങ്കഥ. കരയില്ലാ കടലിലെ കൊച്ചുതോണി, തുഴയില്ലാതോടുന്ന കൊച്ചുതോണി. കരയില്ലാ കടൽ എന്ന് പറയുന്നത് ആകാശത്തിനെയാണ്. അതിൽ ഓടുന്ന തോണി പോലെ ആകൃതിയുള്ള അമ്പിളിമാമൻ. അടുത്ത കടങ്കഥ നമ്മൾ ഉണ്ടാക്കണം. നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ. നമ്മൾ തയ്യാറാക്കുകയാണ് കേട്ടോ കടങ്കഥ. പകൽ സമയത്ത് ഞാനുണ്ട്, എന്നെ കാണാനാവില്ല. രാത്രി സമയത്തും ഞാനുണ്ട്, കണ്ണു നിറയെ കാണാം, മിന്നി മിന്നി കാണാം. അതാണ് നക്ഷത്രത്തിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയ കടങ്കഥ. അടുത്ത പ്രവർത്തനം. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? എൻ്റെ ആദ്യ സ്കൂൾ ദിനം. വേനൽ അവധിക്കാലത്തിന് ശേഷം സ്കൂൾ തുറന്ന ആദ്യ ദിവസം എനിക്ക് വളരെ സന്തോഷമുള്ളതായിരുന്നു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളും മുറ്റവും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഗേറ്റിൽ തങ്ങുന്ന വർണ്ണക്കാറ്റാടികളും പൂക്കളുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം. സ്കൂളിൽ എത്തിയപ്പോൾ അധ്യാപകർ മധുരം നൽകിയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. കുട്ടികളുടെ മനോഹരമായ പാട്ടും നൃത്തവും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. വളരെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി. അവധിക്കാലത്ത് പോയ യാത്രകളെക്കുറിച്ചും കളിച്ച കളികളെക്കുറിച്ചും ഞങ്ങൾ ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചു. പുതിയ പുസ്തകങ്ങളും കൂട്ടുകാരെയും കിട്ടിയ ഈ ദിവസം എൻ്റെ മനസ്സിൽ എന്നും ഓർത്തുവെക്കാൻ പറ്റിയ ഒരു നല്ല അനുഭവമായിരുന്നു. 5A ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇതല്ലെങ്കിൽ നമുക്ക് 5B ചെയ്താലും മതി. അതായത് ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറി കുറിപ്പായി എഴുതൂ. തീയതി ജൂൺ 1, ദിവസം തിങ്കളാഴ്ച. എൻ്റെ പ്രവേശനോത്സവം. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ദിവസമാണ്. വേനൽ അവധിക്ക് ശേഷം ഇന്ന് ഞങ്ങളുടെ സ്കൂൾ തുറന്നു. രാവിലെ എഴുന്നേറ്റ് പുതിയ യൂണിഫോമും പുതിയ ബാഗും കുടയുമെടുത്ത് സന്തോഷത്തോടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. സ്കൂൾ മുറ്റമെല്ലാം തോരണങ്ങളും ബലൂണുകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരും അധ്യാപകരും ഞങ്ങളെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തു. പഴയ കൂട്ടുകാരെയും പുതിയ കൂട്ടുകാരെയും കണ്ടപ്പോൾ വളരെ സന്തോഷമായി. സ്കൂളിൽ വെച്ച് ഞങ്ങൾക്ക് മധുര പലഹാരങ്ങൾ തന്നു. ടീച്ചർ പുതിയ പാഠപുസ്തകങ്ങളും തന്നു. പുതിയ ക്ലാസ് മുറിയും പുതിയ കൂട്ടുകാരെയും കിട്ടിയ ഇന്നത്തെ ദിവസം എനിക്കൊട്ടും മറക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് ഡയറി. 5 പ്രവർത്തനങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.